നിങ്ങളുടെ വീട്ടിലൊരു മെഡിസിൻ ബോക്സ് ഉണ്ടോ? ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലിക്ക് തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു കോമൺ മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. എക്സ്പയറി കഴിയുമ്പോൾ മെഡിസിൻസ് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസിനകത്ത് കെമിക്കൽ കോമ്പോസിഷൻസ് എല്ലാം മാറിയിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിനകത്ത് അത് ഗുണത്തിലേറെ അത് ഹാംനെസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള മെഡിസിൻസ് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഇനി ടോക്സിൻസ് എങ്ങാനും പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിലും അത് എഫക്റ്റീവ്നെസ് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ നമ്മളെ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ആവാണ്ട് അത് വേഴ്സ് ആയിട്ട് നമുക്ക് അസുഖം കൂടുതൽ ബുദ്ധിമുട്ടാവാനോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആന്റിബയോട്ടിക്സ് കിഡ്നി പെട്ടെന്ന് തന്നെ ഡാമേജ് ആക്കും. ഇത് കൂടാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സിറപ്സോ അല്ലെങ്കിൽ ലൈറ്റ് ഡ്രോപ്സോ ഒക്കെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് കാരണം, അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഡാർക്ക് റൂമിൽ വെക്കണം, ഇത്ര ടെമ്പറേച്ചറിൽ വെക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജോട് കൂടിയിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് കംപ്ലീറ്റ്ലി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കുള്ള എന്താണോ നമ്മളെ മെഡിസിൻസ് കൊണ്ട് എഫക്റ്റ് ഉദ്ദേശിക്കുന്നത് നടക്കാണ്ട് വരും. അങ്ങനെ നമ്മളെ കണ്ടീഷൻസ് വേഴ്സ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്.